ഈ സഹോദരിയുടെ പേര് റോസ്ലി. വീട് എവിടെയാ? വെള്ളിക്കുളങ്ങര. വെള്ളിക്കുളങ്ങര. കോട്ടയത്ത് കോവിഡിന് മുൻപ് നമ്മുടെ താമസമുള്ള ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഈ സഹോദരി വന്ന് പങ്കെടുത്തു. എന്നോട് ഇന്ന് വന്ന് പറഞ്ഞത്, അന്ന് അവിടെ ധ്യാനത്തിൽ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഗർഭപാത്രത്തിൽ 3 മുഴ. ഗർഭപാത്രത്തിൽ 3 മുഴ. ചേച്ചിയുടെ പേര് റോസ്ലി. റോസ്ലി. ഗർഭപാത്രത്തിൽ 3 മുഴയായിരുന്നു. ഏത് ആശുപത്രിയിലാണ് കണ്ടുപിടിച്ച്? സെന്റ് ജെയിംസിലെ പ്രേമ ഡോക്ടർ. സെന്റ് ജെയിംസിലെ ഡോക്ടറാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഗർഭപാത്രത്തിലെ മുഴ. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പെങ്ങളുടെ മോളെ എന്നോട് പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ വന്നപ്പം ബ്രദർ ആ ധ്യാന ഹാളിൽ തലയിൽ കഴിച്ച് ഞാൻ സ്കാനിങ് കൊണ്ടുണ്ടായിരുന്നു. അതായത് ഈ മകള് ക്രിസ്ത്യനിൽ ധ്യാനം കൂടുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നെ അതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ ഗർഭപാത്രത്തിലെ മുഴ വറ്റിപ്പോകാൻ. അല്ലേ? അതെ. ഗർഭപാത്രത്തിലെ മുഴ വറ്റിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന 3 മുഴകളായിരുന്നു ഗർഭപാത്രത്തിലുണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ ക്ലാസ് എടുക്കണ ബ്രദർമാർ എന്നോട് പറഞ്ഞു, ബ്രദറിനെ കണ്ടിട്ട് ഒന്നും കൂടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദാവീദിൻ്റെ പുത്രനെ കനിയണമെന്ന് കൈകൂപ്പി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബ്രദർ എന്നോട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പെങ്ങളുടെ മോള് മിനി എന്നാണ്, അവളോട് പറഞ്ഞു ഡോക്ടർ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അല്ലല്ല, അത്ഭുതം നടക്കുകയാണ്. ധ്യാനം കഴിഞ്ഞിട്ട് പോന്നു. പിന്നീട് ചെന്നുള്ള പരിശോധനയിൽ ഗർഭപാത്രത്തിലെ 3 മുഴകളും വറ്റിപ്പോയിരിക്കുന്നു. അങ്ങനെ മുഴയില്ല. കൈ അടിച്ചു കഥാവിനെ ശ്രദ്ധിച്ച്. ബ്രസ്റ്റില്, വലത്തെ ബ്രസ്റ്റില് ഫ്ലൂയിഡ് വരുന്നുണ്ടായിരുന്നു. ഒരു മുഴയുണ്ടായിരുന്നു ചെറിയതായിട്ട്. അപ്പോൾ അതും സൗഖ്യമായി. അപ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് റോസ്ലി ചേച്ചിക്ക് യേശു നൽകിയത്.